ഒന്ന് മിക്കപ്പോഴും പത്രത്തിൽ വരുന്ന ഒരു കാര്യമാണ്, എന്താണ്, വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഹണി ട്രാപ്പ് അങ്ങനെയൊക്കെ ഉള്ള കുറേ വാർത്തകൾ കണ്ടിട്ടുണ്ട് അല്ലേ. എന്താണ്, ഓരോ ഭീഷണിയുമായി വന്നിട്ട് ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞു. ഈ ലക്ഷങ്ങളൊക്കെ എന്തിനാണ് സ്ത്രീയായും പുരുഷനായാലും കൊടുക്കുന്നത്? നമ്മളൊരാൾക്കൊരു 100 രൂപ കൊടുക്കുന്നു പരിചയത്തിന്, 1000 രൂപ കൊടുക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റൊരു സ്ത്രീക്കോ മറ്റൊരു പുരുഷനോ എന്തിനൊരു വ്യക്തി പണം കൊടുക്കുന്നു? എന്തിനു കൊടുക്കുന്നു? ഒരു കാര്യമില്ലാതെ ആർക്കെങ്കിലും പണം കൊടുക്കുമോ? ഒരു കാര്യമില്ലാതെ. ഇല്ലെങ്കിൽ എന്തെങ്കിലും പറയാം, ഒരു സുഹൃത്ത് ബന്ധമുണ്ട്, അവർക്കൊരാവശ്യം വന്നു കൊടുത്തു അല്ലേ. അല്ലാതെ എന്ത് കാര്യത്തിന് കൊടുക്കണം ലക്ഷങ്ങൾ? എന്നിട്ട് വീണ്ടും ലക്ഷങ്ങൾ കൊടുക്കും. ലാസ്റ്റ് കൊടുക്കാൻ ലക്ഷങ്ങൾ ഇല്ലാണ്ടാകുമ്പോൾ പോലീസിനെ തേടി ഇറങ്ങും. ഇങ്ങനെ ഒരു ട്രാപ്പ് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പുരുഷന്മാരെ എന്തായാലും സ്ത്രീകളാണ് ട്രാപ്പിലാകുന്നത്, സ്ത്രീകളെ പുരുഷന്മാർ, അങ്ങനെയാണല്ലോ പൊതുവിലുള്ള ഒരു തത്വം. അപ്പം സ്ത്രീ എന്തിനങ്ങനെയുള്ള ഒരു ട്രാപ്പിൻ്റെ മുന്നിൽ ചെന്ന് പെടുന്നു? പുരുഷൻ എന്തുകൊണ്ട് അങ്ങനെ ട്രാപ്പിൽ ചെന്ന് പെടുന്നു? അവരവരുടെ കാര്യം നോക്കി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടായാൽ തുടക്കത്തിലെ പോലീസിനോട് പറയാം, അല്ലെങ്കിൽ വീട്ടിലുള്ളവരോട് പറയാം, ഇത് ഇങ്ങനെ ഒരാൾ ശല്യം ചെയ്യുന്നു എന്ന് പുരുഷനും പറയാം, സ്ത്രീക്കും പറയാം അല്ലേ. അല്ലാതെ ആ ശല്യം ചെയ്യൽ ഏറ്റവും പരമോന്നതിയിലെത്തിയിട്ട് കോടികൾ ലക്ഷങ്ങളും വാങ്ങിക്കുന്ന സമയം വരെ കാത്തിരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്നവർ തെറ്റ് ചെയ്യാത്തവരാണോ? കാരണം ചോദിക്കുമ്പം കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാശിന് തക്കവണ്ണം എന്തോ ഒന്ന് മറയ്ക്കാനുണ്ടാവില്ലേ? സ്വന്തമായിട്ട് ഭാര്യയുണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഭർത്താവുണ്ട്, മക്കളൊക്കെ ആയിട്ട് കുടുംബത്തിൽ സമാധാനമായിട്ട് പോകുന്ന ഒരാൾ, ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും മറ്റൊരാൾ സ്ത്രീയെയോ പുരുഷനെയോ തേടി പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പങ്കാളിയെ എന്താണ് ഉൾക്കൊള്ളാൻ അയാളുടെ അല്ലെങ്കിൽ അവളുടെ മനസ്സിന് അപ്പോൾ താല്പര്യമില്ല എന്നുള്ളതാണ്. എൻ്റെ പങ്കാളി ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരാളെ വേണ്ട. പ്രായം വലിയൊരു പ്രശ്നമാണ്. ഇന്ന് തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയല്ല, സൗന്ദര്യം കുറവാണ്, നാണക്കേടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എപ്പോഴും അസുഖവും മറ്റു കാര്യങ്ങളൊക്കെയാണ്, എപ്പോഴും അസുഖം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ എപ്പോഴും വഴക്കും ബഹളമായിട്ടിരിക്കുന്ന അല്ലാതെ എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്കൊരു സന്തോഷവും കിട്ടുക, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയിൽ നിന്ന് എനിക്കൊരു സന്തോഷവും കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള മനസ്സുള്ളവർ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ട്രാപ്പിലൊക്കെ പെടാൻ ചാൻസ് ഉണ്ട്. ചില ബിരുദന്മാരും ബിരുദത്തികളുമുണ്ട്, ഒരു പ്രശ്നവും കാണത്തില്ല, തൻ്റെ ഭർത്താവിൽ നിന്നോ തൻ്റെ ഭാര്യയിൽ നിന്നോ ഒരു പ്രശ്നവും കാണില്ല, എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ള പങ്കാളികളായിരിക്കും ഉണ്ടാവുക. പക്ഷേ എങ്കിലും ഇതൊന്നുമല്ലാതെ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സന്തോഷം തരാൻ ആരെങ്കിലും ഉണ്ടോ? ജീവിതമല്ലേ, എൻജോയ് ചെയ്യാം എന്ന് കരുതി പോകുന്നവരുമുണ്ട് അല്ലേ. അത്തരത്തിൽ പോകുന്നതാണ് ഏറ്റവും, ഒരു തരത്തിലും മറ്റുള്ളവരുടെ പുറകെ പോകുന്നത് ശരിയല്ല. എങ്കിലും സ്വന്തം ഭാര്യയെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് അല്ലേ, എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഭാര്യയും കുട്ടികളും, അവരെ ഇട്ടിട്ട് പോവാന്ന് പറയും. ഒരിക്കലെങ്കിലും പിടിക്കപ്പെട്ടാൽ പിന്നെ ഈ സ്ത്രീക്കോ പുരുഷനോ തൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുമോ? ഈ സമൂഹം അവരെ അംഗീകരിക്കുമോ? ഒരിക്കലും ഇല്ല. പുരുഷന്മാരെ പിന്നെ കുറേ നാൾ കഴിയുമ്പം എന്താണ്, ചിലരിങ്ങനെ പറയുന്നത്, ചെളിയിൽ ചവിട്ടിയിട്ട് കാല് കഴുകിക്കഴിഞ്ഞാൽ ആ ചെളി അങ്ങ് വെള്ളത്തിനൊപ്പം ഒലിച്ചു പോകും. അത് പുരുഷന്മാരെ സംബന്ധിച്ച്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചതല്ല. സ്ത്രീകളാണല്ലോ എപ്പോഴും കൂടുതൽ ക്രൂശിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ ഏത് നിമിഷവും പലതും പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ഇരിക്കാൻ. ഇതുപോലെ നമ്മളെ ട്രാപ്പിലാക്കാൻ നമ്മളൊരു തെറ്റും ചെയ്യാതെ വീട്ടിലിരിക്കുകയാണ്. ഒരിക്കലൊരു
ഫോൺ വരുന്ന അങ്ങനെയാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും എന്താണ്, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി നമ്മൾ പോലീസുമായി ബന്ധപ്പെടുക. എന്നിട്ടെന്താണ് കാര്യങ്ങൾ പറയാം, അവരന്വേഷിക്കട്ടെ. അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ത്രീകളെ അല്ല പുരുഷന്മാരെ എന്താണ് സമൂഹം ബഹുമാനിക്കും. അന്വേഷിക്കട്ടെ. അല്ലാതെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പേടിച്ച് അയ്യോ ഇത് ആൾക്കാരറിഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിക്കുമോ, എൻ്റെ വീട്ടുകാരറിഞ്ഞാൽ അത് എന്നെ ചിലപ്പം കുറ്റപ്പെടുത്തിയാലോ, എൻ്റെ ഭാഗത്ത് വല്ല തെറ്റുണ്ടെന്ന് പറഞ്ഞാലോ, ഇല്ലേ? ചിലരുണ്ട് ചിലപ്പം ഫോണിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു സുഹൃത്ത് ബന്ധം മാത്രമേ കാണുള്ളൂ, അതിന് വിട്ട ഒരു ബന്ധവും കാണില്ല. പക്ഷെ ചിലരെന്ത് ചെയ്യും, അതിനെ മുതലെടുത്ത് ഇങ്ങനെ പൈസയൊക്കെ ചോദിക്കും. ചിലരുടെ ഭർത്താക്കന്മാർ ഒപ്പം കാണില്ല. അപ്പം അങ്ങനെയുള്ളത് വരുവാണ്. ചിലർക്ക് എന്താണ്, ജോലിയുള്ള പുരുഷന്മാരാണെങ്കിൽ അവർ എല്ലാ കാര്യവും എന്താ പറയുക, സാമ്പത്തിക ഇടപാട് മൊത്തം ഭാര്യയോട് പറയാത്തവരാണെങ്കിൽ അവർക്കൊക്കെ എന്താണ്, അല്പം പണം മറിക്കുന്നതിലൊന്നും ഒരു പ്രശ്നവും കാണില്ല. അപ്പോൾ അതൊക്കെ മുതലെടുത്തുകൊണ്ടായിരിക്കും പലരും ഒരു ട്രാപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ബുദ്ധിപരമായ രീതിയിൽ നേരിടാം. അല്ലാതെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യും, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമോ, ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ആ സമയത്ത് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് അതിനെ നേരിടുകയാണ് വേണ്ടത്. ആ സമയത്തൊക്കെ നമുക്ക് എന്താണ്, നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാകുന്നത് അവരോടൊന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യും. ഇല്ല എങ്കിൽ സ്വന്തം ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് അല്ലെങ്കിൽ വീട്ടിലുള്ളവരോട്, അല്ലേ, സ്വന്തം അച്ഛനോടോ അമ്മയോടോ ആങ്ങളയോടോ പെങ്ങളോടോ ആരാടാന്ന് വെച്ചാൽ നമ്മളിത് പറയണം, കാര്യങ്ങൾ തുറന്ന് പറയുക. എന്നിട്ട് അതിനുള്ള ഒരു പോംവഴി കണ്ടെത്തുക. അങ്ങനെയാണ് വേണ്ടത്. ഒരിക്കലും അതിനെ ടെൻഷൻ അടിച്ച് അതിനെ മറച്ചു വെക്കാൻ ശ്രമിച്ച് നാണക്കേടാവുമോ, എന്നെ ആരും വിശ്വസിക്കത്തില്ല, ഞാൻ പറയുന്നത് കള്ളമാണെന്നേ വിശ്വസിക്കുള്ളൂ എന്നൊക്കെ കരുതി ഒന്നും ചെയ്യണ്ട. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. അത്രയും നാൾ ടെൻഷൻ അടിച്ച് ഒരു പ്രാവശ്യം നമ്മൾ പണം കൊടുത്തെന്ന് വിചാരിക്കാം. അതിനുശേഷമാണ് നമ്മളോർക്ക് പിന്നെയും പണം ചോദിക്കുമ്പോൾ എനിക്ക് വീട്ടിൽ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് പറയും. അപ്പോൾ ആളുകൾ ചോദിക്കും, എന്തുകൊണ്ട് നീ ആദ്യമേ പണം ചോദിച്ചപ്പം പറഞ്ഞില്ല, അപ്പം നിനക്ക് എന്തോ മറയ്ക്കാനുണ്ടായിട്ടല്ലേ നീ ആദ്യമേ തന്നെ ഞങ്ങളോട് ചോദിക്കാതെ അങ്ങനെ ചെയ്തത്, അപ്പം നീ കള്ളം ചെയ്തില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന് നിങ്ങൾ നിന്നു കൊടുക്കാതെ ഈ രീതിയിൽ, ബുദ്ധിപരമായ രീതിയിൽ നമുക്കെതിരെ എന്താണ്, ഇത്തരത്തിൽ പെരുമാറുന്ന ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക. ശരിയല്ലേ? കാരണം നമ്മുടെ ജീവിതം എപ്പോഴും സുരക്ഷിതമായിട്ടിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം. ഓക്കെ.